ശേഷമാണ് അങ്ങനെ ഒരു പ്രോഗ്രാം കാണുന്നത്. ഈ അടുത്ത് ഞങ്ങൾ കണ്ടമംഗലം എന്നുള്ളത് അവിടെ ഒരു ജാസ് ഗിഫ്റ്റ് ഷോ ചെയ്തു. ഇതുപോലെ ജനമായിരുന്നു. അതിനുശേഷം ഇത്രയും ജനം കാണുന്ന നമ്മുടെ അടിമാലി ഫെസ്റ്റ് ആണ്. ഇത് അണിയിച്ചു കൊടുക്കാൻ നമ്മുടെ കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു ചേർന്ന് നല്ലൊരു കൈ കൊടുക്കുക. അത് ഇത്ര നാളായിട്ട് കൂട്ടിലടച്ച ഒരു തട്ടയുടെ കൂട്ടായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ഫ്രീഡം കിട്ടിയത്. ആ ഫ്രീഡം ഉണ്ടാക്കി തന്നെ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവർക്കും നല്ല കൈ ഒരിക്കലും കൂടി എല്ലാവരും ചേർന്നു. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഞാൻ പാട്ടുകാരനാണോ മിമിക്രിക്കാരനാണോ അതെയോ ഡാൻസറാണോ അഭിനേതാവാണോ എപ്പോഴും എൻ്റെ നാട്ടിലുള്ളവർക്ക് അറിയില്ല. ഞാനൊരു മൾട്ടി ടാലന്റഡ് ആർട്ടിസ്റ്റാണ്. അതായത് ഞാൻ പാട്ട് പാടും, ആങ്കർ ചെയ്യും, അതുപോലെ അഭിനയിക്കും, അതുപോലെ മിമിക്രി ചെയ്യും. അപ്പോൾ ഞാൻ കോമഡി ഉത്സവം തുടങ്ങിയ ചാനലിലൂടെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ടി വിയിൽ ആദ്യമായിട്ട് എത്തുന്നത്. അതിന് പേഷ്യൻ്റ് എന്ന പരിപാടി ഞാൻ വന്നു. പക്ഷേ അന്ന് എൻ്റെ ശരീരത്തിൽ ഗ്ലാമറൊക്കെ ചെയ്താൽ മനസ്സിലാകുന്നത് ഇപ്പോഴാണ് പിന്നെ ആളുകളൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം പ്രോഗ്രാം കാര്യങ്ങളുണ്ട്. ഞാൻ അധികവും ചാനൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വിദേശ പ്രോഗ്രാമുകളാണ് അധികം ചെയ്യാറ്. നമ്മുടെ ബിൻസിയേട്ടനൊക്കെ ചാനൽ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ അവിടെയുള്ള ആൾക്കാരാണ് എന്നെ കൂടുതൽ അറിയുന്നത്. ഇവിടെയുള്ള ആളുകൾ എപ്പോഴും അറിയാത്ത ആളുകളുണ്ട് എന്നെ. ഇനി ആരെങ്കിലും മറക്കുക, എന്നെ കണ്ടൊരു മറക്കുക. വേറൊരു കാര്യമുണ്ട്, എന്നെ പോലെ തന്നെ ഷെയ്ബുള്ള അനിയനുണ്ട്. അവനാണ് ഓർക്കരുത് കേട്ടോ, അവൻ എപ്പോഴും എനിക്ക് പറയുന്നു. ഓക്കെ റെഡി. അപ്പം നമ്മുടെ കോമഡി ഉത്സവത്തിൽ ഇപ്പോൾ രാഹുൽ, നമ്മുടെ ജ്യോതിഷ്, നമ്മുടെ അവരെല്ലാവരും പാടുന്നത് സ്വന്തം വോയിസാണ്. ഞാൻ കോമഡി ഉത്സവത്തിൽ വന്ന് ചെയ്ത കുറച്ച് പിന്നണി ഗായകരുടെ ശബ്ദം അനുകരിച്ച് പാടും. അപ്പോൾ നമ്മുടെ LED വാളുകൾ ഒന്ന്